അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ കഥ ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് ദേവപ്പറമ്പിൽ വീട്ടിൽ കല്യാണമാണ്. കല്യാണത്തിനിടക്കും കല്യാണത്തിൻ്റെ ആരവം കുറക്കാൻ വേണ്ടിയിട്ട് തകൃതിയായി അവിടെ മഴ പെയ്യുന്നുണ്ട്. ഇവിടെ ആകെ വെള്ളമായി തുടങ്ങി. നാളത്തെ കല്യാണം കുളമാവില്ലായിരിക്കും. ഈ മഴ നാളെ ഇങ്ങനെ പെയ്യുമോ എന്തോ. മുറ്റം നിറയെ വലിയ പന്തൽ വലിച്ചു കെട്ടിയിട്ടും ഓടിട്ട ആ ചെറിയ വീടിനോട് അല്പം ഉയർന്ന് മണ്ണിട്ട് നിൽക്കുന്ന ആ റോഡിലേക്ക് നോക്കിക്കൊണ്ട് അവിടുന്ന് നിന്ന് കുത്തിയൊഴുകുന്ന മഴച്ചാൽ വെള്ളം കണ്ടുകൊണ്ട് ആശങ്കയോടെ ആ മഴച്ചാൽ വെള്ളം കൊണ്ട് നാളെ വരുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ ഇട്ടിരിക്കുന്ന കസേരയുടെയും മേശയുടെയും കാലുകൾ നനച്ച് അവയോട് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ട് റൈഹയുടെ ഉപ്പ മസ്താൻ ഉള്ളിലെ ആദ്യ പുറത്ത് വിട്ടിരുന്നു. അത് കേട്ടെങ്കിലും തനിക്ക് കൂട്ടി നാളെ ഇവിടുന്ന് പടിയിറങ്ങാൻ മയം വന്നിരുന്നെങ്കിൽ എന്ന് എന്തുകൊണ്ടോ റൈഹു ഉള്ളാലെ ആഗ്രഹിച്ചു. റൈഹു, ഉമ്മാന്റെ പൊന്നോളെ, സമയം സന്ധ്യയായി തുടങ്ങി. നീ ഒന്ന് പോയി ഒരുങ്ങുന്നുണ്ടോ പെണ്ണ്? ആളുകൾ ഇപ്പൊ വന്നു തുടങ്ങും. റൈഹുവിന്റെ ഉമ്മ ആമിന ആദിയോടെ റൈഹുവിനോട് പറഞ്ഞു. വരാം ഉമ്മ. ഇക്കാക്ക, മഴ ഇങ്ങനെ പെയ്താൽ എന്ത് ചെയ്യും? നാളെ ആളുകൾ വരുമ്പോ വെള്ളത്തിൽ ചവിട്ടി ഇരിക്കേണ്ടി വരും. അമ്മായിയും മഴയെ നോക്കി ഉള്ളിലെ ആദ്യ ഉപ്പാനോട് പറയുന്നത് കേട്ട് റൈഹുവിന് ചിരിയാണ് വന്നത്. ആളുകൾ ഏറെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ചില സമയത്ത് അതൊന്ന് അകന്നു പോയെങ്കിൽ എന്ന് ആഗ്രഹിക്കുമല്ലേ. എല്ലാവരും അവസരവാദികളാണല്ലേ. എങ്ങനെയൊക്കെ റൈഹു മനസ്സാൽ ചിന്തിച്ചു. ചിലതിനെയൊക്കെ നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ മാത്രം ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. ഇനി ഒരു പക്ഷേ ആവശ്യമില്ലെങ്കിൽ അതൊന്ന് പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. ഇങ്ങനെയൊക്കെ മനസ്സിൽ അവൾ ചിന്തിച്ചു. മയെ, ഇപ്പം നിന്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ എന്ന് മനസ്സിൽ ഉള്ളാലെ പറഞ്ഞുകൊണ്ട് അവൾ ഒരു പുഞ്ചിരിയുടെ പന്തൽ തട്ടിത്തെറിച്ച് താഴേക്ക് വീണ മയത്തുള്ളിയെ കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് കളിച്ചു. വട്ടത്തി, നാളെ നിന്റെ കല്യാണാണ്. എനിക്കൊരു ടെൻഷനില്ലേ? ഇങ്ങനെ മഴയും തട്ടി കളിച്ചിരിക്കുവാണോ? നാളെ മുതൽ ഒരു പുതിയ ലൈഫ് ആയിരിക്കും. സ്വന്തം വീട്ടിലെ പോലെ ഒന്നും ആവൂല. റിഹാന എന്ന റൈഹുവിൻ്റെ ബാല്യകാല സുഹൃത്തായ അവളുടെ അതേ പ്രായക്കാർ റസീന അവൾക്കടുത്തേക്ക് വന്നുകൊണ്ട് തിരികെ. അതിന് ഒരു നേരത്തെ പുഞ്ചിരിയാണ് അവളിൽ നിന്ന് മറുപടിയായി വന്നത്. ആ ഒരു നേരത്തെ പുഞ്ചിരിയോടെ തന്നെ അവൾ റിഹാനയോട് പറഞ്ഞു. ഇന്നും കൂടിയല്ല ഞാൻ മസ്താൻ്റെ മകളായി അറിയപ്പെടുകയുള്ളൂ. നാളെ മുതൽ അജ്മൽ ഖാൻ്റെ ഭാര്യയായിട്ടല്ല അറിയപ്പെടൂ. അത് ഞാൻ ഇന്നും കൂടി ആഘോഷിക്കട്ടെ. അതേ പുഞ്ചിരിയോട് ഉള്ളാലെ കരഞ്ഞുകൊണ്ട് മയനീർ മുത്തുക്കൾ കൈക്കുമ്പിളിൽ കോരി എടുത്ത് അവളുടെ മുഖത്തേക്ക് ഇട്ടുകൊടുത്തു. ഐഷ്, ഈ പെണ്ണ്! മുഖത്ത് വെള്ളമായത് റസീന ഈർഷ്യയോടെ തുടച്ചു. സത്യം പറയുകയാണെങ്കിൽ നാളെ മുതലുള്ള ജീവിതത്തെ ഓർത്ത് മനസ്സിൽ വല്ല ടെൻഷൻ ഉണ്ടെങ്കിലും മറ്റൊരാളുടെ മുമ്പിൽ അത് കാണിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുകയാണ് റൈഹു. പെണ്ണ് 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടവളാണെന്ന് ചിന്തിക്കുന്ന ഒരു ജനതയുടെ കൂട്ടത്തിൽ ജനിച്ചു വളർന്നവളാണ് റൈഹു. 18 തികഞ്ഞ് 19 പിറന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കൊരു കല്യാണം. വേണ്ടെന്ന് പറഞ്ഞാലും അതിലൊരു മാറ്റവും ഉണ്ടാവില്ലെന്നറിയാം. പിന്നെ ഭ്രാന്തുണ്ടായിരുന്നവൾക്ക് എല്ലാം അറിഞ്ഞിട്ടും കിട്ടിയ നിധിയാണ് ഈ ബന്ധം എന്നാണ് കുടുംബക്കാരുടെയും വീട്ടുകാരുടെയും വാദം. ഒരു കണക്കിന് അത് ശരിയാണെന്ന് ഞാനും കരുതി. തൻ്റെ ഭൂതകാല ചരിത്രം മുഴുവൻ അറിഞ്ഞിട്ടും താനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതം അറിയിച്ചിരിക്കുന്നു. പലരും അത് പറയുമ്പോൾ വന്ന വഴി വെട്ടി തിരിഞ്ഞു പോകാറാണ് പതിവ്. ഇപ്പോഴും ഭ്രാന്തുണ്ടെന്ന് കടയിലൊക്കെ ആൾക്കാർ പറഞ്ഞ് നടപ്പുണ്ട്. ഒരാളും രക്ഷപ്പെട്ട് പോകരുത്, ഏത് വിധേനയും കഷ്ടപ്പെടുത്തണം എന്ന് കരുതി അതിൽ മനസ്സുഖം കണ്ടെത്തുന്ന കുറേ കല്യാണ മുടക്കികൾ കാരണം വേറെയും. അതുകൊണ്ടാണ് 18 നിന്ന് 19 പിറന്നു പോയത്. എന്തോ ആരുടെയോ പുണ്യം കൊണ്ട് ഈ ആലോചന തനിക്ക് മുമ്പിൽ മുഖം തിരിച്ചില്ല. ഒരു പക്ഷേ വിധി എത്താൻ വൈകിയത് കൊണ്ടാവും. എനിക്ക് വിധിച്ചതല്ലേ എനിക്ക് കിട്ടൂ എന്നെല്ലാം റൈഹു മനസ്സാലെ ചിന്തിച്ചു. വാടി, ഡ്രസ്സ് മാറാം. പുതുപ്പെണ്ണിനെ കാണാൻ ആളുകൾ ഇപ്പോൾ വന്നു തുടങ്ങും. ഇന്നും നാളെയൊക്കെ അല്ലേ നിന്റെ ദിവസമാണ്. ഈ 2 ദിവസങ്ങളിലെ ഹീറോയിൻ നീയാണ്. ഇതുപോലെ ഈ ചുണ്ടുകൾ ഇങ്ങനെ വിടർത്തി അങ്ങനെ ഇന്ന് കൊടുത്തേക്കണം. റസീന അത് പറഞ്ഞതും ശരിക്കും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു പോയിരുന്നു. അവൾക്കൊപ്പം തലേന്നിടാൻ വേണ്ടി വാങ്ങിയ അകന്ന ബന്ധുവിൻ്റെ റോസ് കളർ ചോളി എടുത്തണിഞ്ഞു. കാണാൻ അല്പം ചേലൊക്കെ ഉള്ളത് കൊണ്ട് ഒന്ന് ചമഞ്ഞു ഒരുങ്ങിയപ്പോൾ ഒന്നുകൂടി മൊഞ്ചുകൂടി. ആഹാ, ഒരുങ്ങിയപ്പോൾ ഇത്തങ്ങ് മൊഞ്ചു കൂടി കളറായല്ലോ. റൈഹുവിൻ്റെ അനിയത്തി നാഫില അവളെ ഒന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു. നാഫില കൂടാതെ ഒരു ഇക്കയും ഒരു അനിയനും അവൾക്കുണ്ട്. ഇക്ക ഫൈസൽ ഗൾഫിലാണ്, കല്യാണത്തിന് വരാൻ പറ്റിയിട്ടില്ല. അനിയൻ സഹൽ +2 വിദ്യാർത്ഥിയാണ്. നാഫില 10ാം ക്ലാസ്സുകാരിയും. ഉമ്മ ആമിന അധികം പ്രായമൊന്നും ഇല്ലെങ്കിലും 35-40ൻ്റെ ഇടയിൽ. ഉപ്പ മസ്താനും ഉമ്മ ആമിയും തമ്മിൽ 10 വയസ്സിന് ഡിഫറൻ്റ് ഉണ്ട്. ഒരു ഇടത്തരം കുടുംബമാണ് അവളുടേത്. റൈഹു എല്ലാവർക്കും ഇടയിൽ തിളങ്ങി നിന്നു. തൻ്റെ വീട്ടിൽ താനെന്ന കുട്ടിയിൽ നിന്ന് മറ്റൊരാളുടെ ഭാര്യ എന്ന പദവിയിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നത് അവൾ ആഘോഷങ്ങൾക്കിടയിലും പിടപ്പോടെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. നാളെ താൻ മറ്റൊരാളുടെ ഭാര്യ ആവാൻ പോവുകയാണ്. ഉമ്മ ഉപ്പയെ നോക്കുന്നത് പോലെ, ഉപ്പാന്റെ കുടുംബത്തെ നോക്കുന്നത് പോലെ താനും തൻ്റെ ഭർത്താവിനെയും കുടുംബത്തെയും അവിടുത്തെ ഒരു അംഗമായി നിന്നുകൊണ്ട് നോക്കണം. അവരുടെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവ് വരുത്താൻ പാടില്ല.
തന്നാലാവുന്നതൊക്കെ ചെയ്തു കൊടുക്കണം. അവരൊക്കെ എങ്ങനെയുള്ളവരായിരിക്കും? അജ്മൽ തന്നെ കാണാൻ വന്ന അന്നാണ് ഇക്കാക്ക ആദ്യമായി കാണുന്നത്. അന്നത്തെ ആ വെപ്രാളത്തിലും പരവേശത്തിലും മര്യാദക്ക് കാണാൻ പറ്റിയിരുന്നില്ല. അതുപോലെ മിഠായിടലിന് വന്നപ്പോൾ ഉമ്മാനെയും അജ്മലിക്കാന്റെ 2 അനിയത്തിമാരെയും കണ്ടിരുന്നു. ബാപ്പ കുട്ടികൾ ചെറുതായിരിക്കുമ്പോഴേ ഉമ്മാനെ ഇട്ടിട്ട് പോയതാണ്. പക്ഷേ ഡിവോഴ്സ്ഡ് അല്ല, 2 പേരും സെപ്പറേറ്റ് ആയി ജീവിക്കുന്നു. ഇക്കയാണ് മൂത്ത ആള്. ഇക്കാക്ക് താഴെ 2 അനിയന്മാരും. അപ്പൊ താനായിരിക്കും മൂത്ത മരുമകൾ. താൻ വരാൻ പോകുന്നവർക്കും ഒരു മാതൃക ആവണം എന്നൊക്കെ അവൾ മനസ്സാൽ ചിന്തിച്ചു. മറ്റുള്ളവർക്ക് ഇടയിൽ നിറഞ്ഞാടുമ്പോൾ ചിന്തകൾ തൻ്റെ വരുതിയിലായിരുന്നില്ല. അതിങ്ങനെ ജീവിതമെന്ന പുസ്തകത്തിലെ വരാൻ പോകുന്ന പുതിയ അധ്യായത്തിൽ തങ്ങി നിന്നു. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴും ചിന്തകൾ നാളെ രാത്രി എന്നതിലായിരുന്നു. നാളെ തൻ്റെ ഒപ്പം കിടക്കാൻ മറ്റൊരു പുരുഷനുണ്ടാവില്ലേ? ആരെന്നോ എന്തെന്നോ അറിയാത്ത ഏതോ ഒരാൾക്കൊപ്പം ഇനി ജീവിതകാലം മുഴുവൻ ജീവിക്കട്ടെ. ഓരോ ചിന്തകൾ തലയെ ബാധിച്ച ഒരേ സമയം തളർത്തുകയും മത്ത് പിടിപ്പിക്കുകയും ചെയ്തു. നാളെ എന്ന ദിവസം പിറന്നില്ലായിരുന്നെങ്കിൽ, എങ്ങനെ ഈ രാത്രിയും ഉറക്കം ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്നു. എല്ലാ പെൺകുട്ടികളും എങ്ങനെയാണ് കല്യാണത്തിന്റെ രാത്രിയിൽ ചിന്തിക്കുക എന്നെല്ലാം അവൾ ഉള്ളാലെ ചിന്തിച്ചു. അവൾക്ക് ഒട്ടും തന്നെ ഉറക്കം കിട്ടിയില്ല. അവൾ വേഗം എണീച്ച് ഉളു എടുത്തു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. ഒട്ടേറെ സമയം അവൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. പക്ഷെ അവൾ നാളെ എണീക്കണ്ടേ എന്ന ഉദ്ദേശത്തോടെ കട്ടിലേക്ക് കിടന്നു. പക്ഷെ അവൾക്ക് ഉറക്കം വീണ്ടും കിട്ടിയില്ല. ഇന്ന് എൻ്റെ ഉമ്മാനോട് ചോദിച്ച് എവിടെയും പോയെന്ന് ഞാൻ നാളെ ഇക്കാൻ്റെ ഉമ്മാനോട് ഇക്കാനോടും ചോദിച്ചു പോകേണ്ടി വരും. ഒരാണായി പിറന്നിരുന്നെങ്കിൽ സ്വന്തം നാടിനെ വിട്ട് വീട്ടുകാരെ വിട്ട് പോകേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന ചിന്ത പോലും ഒരു വേള ഉള്ളിലൂടെ കടന്നുപോയി. ഒട്ടുമിക്ക പെൺകുട്ടികളുടെ ഉള്ളിലൂടെയും കടന്നു പോകുന്ന ഒരു ചിന്തയാണല്ലോ അത്. ഹേയ്, എന്തൊക്കെയാ ഞാൻ ഈ ചിന്തിച്ചു കൂട്ടുന്നേ? പറഞ്ഞു കേട്ടെടുത്തോളൂ, അവരൊക്കെ നല്ലവരാണ്. എന്നും അവിടെ സന്തോഷം തരണേ റബ്ബേ. അവൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അവൾ നെഗറ്റീവ് ചിന്തകളെ പാടെ അവഗണിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ കണ്ണുകൾ അടിച്ച് ഉമ്മാനെ കെട്ടിപ്പിടിച്ചു കിടന്നു. ഇരുട്ടി നിറഞ്ഞ ഒരു ഗുഹ. അവിടുന്ന് എന്തൊക്കെയോ ഭീകരമായ ശബ്ദങ്ങൾ കേൾക്കാം. ആരോ തനിക്ക് ചുറ്റിയിരുന്ന് തൻ്റെ കാതോരം എന്തൊക്കെയോ പറയുന്നുണ്ട്. സഹിക്കാൻ കഴിയാത്ത എന്തൊക്കെയോ പറയുന്നത് കൊണ്ടാവും കാതും പൊത്തി പിടിച്ച് അവൾ അലറി വിളിച്ചു പോയി. സമ്മതിക്കില്ല, നിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഒരു കറുത്ത ഭീകര രൂപം എവിടെ നിന്നോ വായിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത് അവൾ ഇല്ല എന്നലറിക്കൊണ്ട് ഞെട്ടി ഉണർന്നു പോയി. ഒരു നിമിഷം ശ്വാസം എടുക്കാനാവാതെ ഇപ്പോഴും ആ ഭീകര രൂപത്തിന് മുമ്പിൽ നിൽക്കുകയാണെന്ന് കരുതി അവൾ ശ്വാസം എടുക്കാൻ പോലും മറന്ന് കണ്ണുകൾ കൊണ്ട് അതിയായി പരതി. കുറച്ച് സമയമെടുത്തു അതൊരു സ്വപ്നമായിരുന്നു എന്ന് തിരിച്ചറിയാൻ. എന്താ ഇത്, ഇന്നും വലിയ ഭീകര സ്വപ്നം കണ്ടോ? നൗഫിലയും അവളോടൊപ്പം ഞെട്ടി ഉണർന്നിരുന്നു. നൗഫില അവളുടെ ഉറ്റ സുഹൃത്തായിരുന്നു. ഒരു ഉൾഭയത്തോടെയാണ് അവൾ ആ കാര്യം തിരക്കിയത്. കഥ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. ഇതൊരു ജീവിത കഥയാണ്. ഒരു ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച കഥ. ഈ കഥയുടെ ബാക്കി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. റെഹുവിൻ്റെ ജീവിതത്തിൽ ഇനി എന്തെല്ലാം സംഭവിച്ചു, ഇതിൻ്റെ ബാക്കി ഭാഗമായി ഞാൻ ഉടനെ വരാം. അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.